വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ FIUGP സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് എല്ലാ കോളേജുകളിലും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പല കുട്ടികളും ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, CSIR ഫിസിക്സ് എഴുതാൻ അല്ലെങ്കിൽ നെറ്റ് പരീക്ഷ എഴുതാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ CSIR ഫിസിക്സ് പരീക്ഷ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ FIUGP എങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ സീരീസ് ചെയ്ത് കളയാം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതിലെ ഫസ്റ്റ് വീഡിയോയാണിത്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഫ്രം FIUGP ടു CSIR നെറ്റ് JRF ദ കംപ്ലീറ്റ് റോഡ് മാപ്പ്, ഈ ഒരു കാര്യമാണ്. നിങ്ങളുടെ FIUGP ജേർണി ഫ്രം ഫസ്റ്റ് ഇയർ ടു അറ്റൈനിങ് JRF, ആ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ FIUGPയെ സംബന്ധിച്ച് പല ആശങ്കകളും ഇപ്പോൾ നിലവിലുണ്ട്. എന്താണ് ഈ FIUGP സിലബസ് എന്ന് നടപ്പാക്കിയവർക്കോ പഠിക്കുന്ന കുട്ടികൾക്കോ അധികം ധാരണയില്ലാത്ത ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇനിയും പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തത വരാനുണ്ട്. എന്താണ് PG ഉണ്ടോ, എങ്ങനെയായിരിക്കും PG, 2 ഇയർ PGയുടെ ഭാവി എന്ത്, ഇങ്ങനെ പല കാര്യങ്ങളും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങളുടെ കരിയർ പാത്വേ എങ്ങനെയായിരിക്കണമെന്ന് ഇപ്പോഴേ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ക്യാൻ FIUGP അലോൺ മേക്ക് യു എ സയൻറ്റിസ്റ്റ്? അപ്പോൾ ഞാനിങ്ങനെ പല കുട്ടികളോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ, MSc കഴിഞ്ഞ കുട്ടികളോടും ഡിഗ്രിക്കാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പല ആഗ്രഹങ്ങളാണ്. ഫിസിക്സ് എടുത്തതിൻ്റെ കാരണം എന്ത് എന്ന് ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ചിലർ പറയും എനിക്ക് ISROയിലേക്ക് ഒരു സയൻറ്റിസ്റ്റായിട്ട് പോകണമെന്ന് പറയും. ചിലർ DRDOയുടെ കാര്യം പറയാറുണ്ട്. ചിലർ പക്ക ഒരു സയൻറ്റിസ്റ്റ് ലെവൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലി ചെയ്യണമെന്ന് പറയാറുണ്ട്. ചിലർ MSc ഒക്കെ കഴിഞ്ഞിട്ട് വിദേശത്ത് പോകണമെന്ന് പറയാറുണ്ട്. ചിലർ അവിടെ പഠിപ്പിക്കാൻ കയറണമെന്ന് പറയാറുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കാൻ കയറണം. ചിലർക്ക് നല്ല കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറണമെന്ന് പറയാറുണ്ട്. നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിലും മറ്റ് എക്സാമുകളുടെ കോച്ചിങ് സെൻറ്ററുകളിലുമൊക്കെ അവർക്ക് കോച്ചിങ് കൊടുക്കണം എന്നൊക്കെ ഇവർ പറയാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ഒരു 10 കുട്ടികളോട് സംസാരിച്ചാൽ അവർ 10 പേരും 10 കാര്യങ്ങളാണ്, 10 അംബീഷൻസാണ് അവർ പറയുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ളൊരു അംബീഷൻ എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ആകുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയും നമ്മൾ സ്ട്രീം ലൈൻ ചെയ്തിട്ടാണ് ഒരു സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്ക് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ISROയിലേക്കോ DRDOയിലേക്കോ അല്ലെങ്കിൽ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കോ ഒരു സയൻറ്റിസ്റ്റ് പോസ്റ്റ് കിട്ടിയ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അത്രയും അധികം അയാളെ സ്ക്രീൻ ചെയ്ത് സ്ട്രീം ലൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് അയാളെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ സയൻറ്റിസ്റ്റ് പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്യാൻ FIUGP സിലബസ് ഓർ ക്യാൻ FIUGP അലോൺ മേക്ക് യു എ സയൻറ്റിസ്റ്റ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ ഈ ഒരു സിലബസ് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സോ ഹിയർ thousands of students are joining FIUGP physics, but a very few know where it actually leads. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ സിലബസ് പഴയ സിലബസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നിങ്ങളത്ര ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നില്ല. കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ സീരീസിലെ അടുത്ത ഭാഗങ്ങളിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സിലബസ് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കരിയർ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉത്തരം, നിങ്ങൾ ഏത് സിലബസ് പഠിച്ചാലും, ഇപ്പോൾ ഈ പുതിയ FIUGP ആണെങ്കിലും പഴയ ഡിഗ്രിയോ MScയോ അങ്ങനെ ഒരു സിലബസ് ആണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പാത്വേയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടിയുള്ള ഒരു പഠനം മാത്രമേ നമ്മളെ മത്സര പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കും. അല്ലാതെ വെറുതെ ഒരു ഒഴുക്കൻ മട്ടിൽ ഒരു സ്കിം ചെയ്തിങ്ങനെ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിലുള്ള അറിവില്ലാതാവുകയും ഒരു അനലിറ്റിക്കൽ നോളജ് ഇല്ലാതാവുകയും അങ്ങനെ നമ്മുടെ കരിയർ, നമ്മൾ ഡ്രീം ചെയ്തിരിക്കുന്ന കരിയർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും.
സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സിലബസും കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ സിലബസും എടുത്ത് വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ വളരെയധികം ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ പഠിക്കുന്നത് വേറൊന്ന്, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സിലബസ് വേറൊന്ന്. അപ്പോൾ നെവർ എവർ തിങ്ക് ദാറ്റ് ദ കോമ്പറ്റേറ്റീവ് എക്സാംസ് വിൽ കോംപ്രമൈസ് ഫോർ യുവർ സിലബസ്. ദേ വിൽ നോട്ട് ബി ഗെറ്റ് കോംപ്രമൈസ്ഡ് എനിവെയർ എനി ടൈം. സോ അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ സിലബസ് നിങ്ങൾക്ക് വേണ്ടി ഡൈല്യൂട്ട് ചെയ്യപ്പെടും എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. നമ്മൾ ആ നിലവാരത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിലെ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കണം. നിങ്ങൾ പഠിക്കുന്ന ഓരോ പേപ്പറുകളും എങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ സിലബസിനെ വെച്ചിട്ട് നിങ്ങൾ മുൻകൂട്ടി കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് പറ്റൂ. ഒരവസാന നിമിഷം ഇതെല്ലാം കൂടി പഠിച്ചു കളയാം എന്ന് ചിന്തിക്കരുത്. കാരണം ഇത് ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നിങ്ങളുടെ ഡ്രീം ജോബ് അല്ലെങ്കിൽ ഡ്രീം കരിയറിനെ പറ്റി ചിന്തിക്കുകയും അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അത് നിങ്ങൾ സിലബസ് എടുത്ത് നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയും വേണം. ഇപ്പോൾ സയൻസ് പോസ്റ്റിനൊക്കെ ആണെങ്കിൽ നമ്മുടെ CSIR നെറ്റ് ഫിസിക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ JRF കൂടി നിങ്ങൾ MSc കഴിഞ്ഞിട്ട് FIUGP കഴിഞ്ഞ് ഒരു വർഷം MSc ചെയ്ത് അല്ലെങ്കിൽ തേർഡ് ഇയറിൽ എക്സിറ്റ് എടുത്ത് 2 വർഷം MSc ചെയ്ത് ആ 5 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ JRF കിട്ടി നിങ്ങളൊരു സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് PhD കഴിഞ്ഞ് സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജേണിയുടെ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾ പ്ലാനിങ് ഇപ്പോഴേ ആരംഭിക്കുക. അവസാന നിമിഷത്തേക്ക് നിങ്ങൾ പഠിക്കാൻ വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ FIUGP 4th ഇയർ നിങ്ങൾ ഓണേഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു വർഷം PGക്ക് പോകുന്നതെങ്കിൽ 1 വർഷം PG കൊണ്ട് നിങ്ങൾ ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് തീരില്ല. 4 ഇയർ UG കൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് തീരില്ല. നിങ്ങൾ തേർഡ് ഇയറിൽ എക്സിറ്റ് എടുത്ത് 2 വർഷം PG എടുത്താൽ പോലും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഒരു 4th ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ PG സിലബസ് അല്ലെങ്കിൽ CSIRൻ്റെ സിലബസ് ഒരു 60%, 50 to 60% എങ്കിലും പഠിച്ചു തീരുന്ന വിധത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് പറ്റുന്ന കാര്യമാണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അതിനുള്ള അവസരം ഒരുക്കുന്നുമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വേം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു മുഴം മുന്നേ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ these are the 4 fundamental questions that everyone wishes to ask. Can FIUGP alone help you to clear CSIR net? FIUGP പഠിച്ചുകൊണ്ട് മാത്രം ഇത് സാധിക്കുമോ? Is the syllabus sufficient? ഈ ഒരു സിലബസ് മതിയോ? ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സിലബസ് കൊണ്ട് ഈ കുട്ടികൾ എവിടെ എത്തും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യമാണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ആണെങ്കിലും ഇപ്പോൾ CSIR ഫിസിക്സിനെ സംബന്ധിച്ച് ഒരു സിലബസ് റിവിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്കും ആ സിലബസ് റിവിഷൻ കംപ്ലീറ്റ് ആവും. ഡിസംബറിൽ നടക്കുന്ന പരീക്ഷ പുതിയ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു സിലബസ് ഒന്നും നമ്മുടെ FIUGP സിലബസുമായിട്ട് അലൈൻഡ് അല്ല എന്നുള്ളതാണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയും FIUGPയുടെയും ധർമ്മം ഏകദേശം ഓവർലാപ്പ് ചെയ്യുമെങ്കിലും റിസർച്ച് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക, കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ പലതും ഓവർലാപ്പ് ചെയ്യുമെങ്കിലും ദെയർ അപ്രോച്ച് ഈസ് ഡിഫറെൻറ്റ്. രണ്ടും 2 രീതിയിലുള്ള അപ്രോച്ചാണ്. സോ സിലബസ് വിൽ ബി ഓൾവേസ് ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് ബാക്കി കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അവസാന കാലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. സോ വാട്ട് ആർ കോളേജസ് നോട്ട് ടെല്ലിങ് സ്റ്റുഡൻസ്? അപ്പോൾ ഈ സിലബസിൻ്റെ ഷോർട്ട് കമ്മിങ്സും മറ്റു കാര്യങ്ങളും ഒന്നും കോളേജുകളൊന്നും പറയാറില്ല. FIUGP ഫോളോ ചെയ്യുന്ന കോളേജുകളൊന്നും നമ്മളോട് പറയാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കോളേജുകൾക്ക് കുട്ടികളെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളിൽ ആശങ്ക ജനിപ്പിക്കുക എന്നുള്ളതല്ല, ഫാക്റ്റുകൾ പറയുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പഠനം ആരംഭിക്കുക. ദെൻ
ഹൗ ഷുഡ് എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് പ്രിപ്പയർ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഫസ്റ്റ് ഇയർ മുതൽ എന്താണ് നമ്മുടെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടക്കുന്ന പോലെ 8ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ, 9ാം ക്ലാസ്സിൽ സെക്കൻഡ് ഫൗണ്ടേഷൻ, 10ാം ക്ലാസ്സിൽ തേർഡ് ഫൗണ്ടേഷൻ, +1 +2 കറക്റ്റ് അതിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്, അതിനുശേഷം എൻട്രൻസ് എഴുതുന്നു, നമ്മൾ ബിടെക്കിനോ MBBS-നോ പോയി അല്ലെങ്കിൽ മറ്റ് അനുബന്ധ കോഴ്സുകൾക്കോ പോയി ജോയിൻ ചെയ്യുന്നു എന്നതുപോലെയാണോ? യെസ്, എന്നതുപോലെ തുടങ്ങിയാൽ മാത്രമേ ആ കുട്ടികൾ ചെയ്യുന്നത് പോലെ നമുക്കും ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ നമുക്കുണ്ടാവും. സോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം. സോ അത് ചെയ്യുക. സോ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പോൾ FIUGP അല്ലാതെ ഫോളോ ചെയ്യുന്ന ചില കോഴ്സുകളൊക്കെ ഉണ്ട്, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ് പോലത്തെ ചില കോഴ്സുകളൊക്കെ ഉണ്ട്. സോ അവിടെയൊക്കെ അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ CSIR സിലബസാണ് അവർ പഠിക്കാൻ തുടങ്ങുന്നത്. മെക്കാനിക്സ് ആവട്ടെ, തെർമോഡൈനാമിക്സ് ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആവട്ടെ, അതെല്ലാം അവർ ഫസ്റ്റ് ഇയറിലെ തന്നെ പഠിക്കാൻ ആരംഭിക്കും. ഇപ്പോൾ CSIRൻ്റെ സിലബസ് അവരൊരു 8ാമത്തെ സെമസ്റ്റർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് CSIR സിലബസ് കംപ്ലീറ്റ് പഠിച്ചു തീരും. 9ാമത്തെ സെമസ്റ്ററിലെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ പഠിക്കും. 10ാമത്തെ സെമസ്റ്ററിൽ കംപ്ലീറ്റ് പ്രോജക്റ്റിന് പോവും. അപ്പോൾ ആ കുട്ടികളോടൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, സോ ദിസ് ഈസ് ദ റിയാലിറ്റി ഇൻ കേരള. FIUGP ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇത് 3ാമത്തെ വർഷമാണ്. സോ FIUGPക്ക് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സോ FIUGP ഓഫേഴ്സ് സ്കിൽ ബേസ്ഡ് ലേണിംഗ്, SEC, VAC അങ്ങനത്തെ കുറേ കോഴ്സുകൾ, MDCs അങ്ങനത്തെ പല കോഴ്സുകളുണ്ട്. എല്ലാ എന്താണ് ബുഫേ സിസ്റ്റം പോലെയാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയി രുചി നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഴ്സ് സ്വപ്നം കാണുന്നത് ആ ഒരു രീതിയിലാണ്. ദെൻ റിസർച്ചിനെ എംഫസൈസ് ചെയ്യുക എന്നുള്ളതാണ് FIUGP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. പിന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്ന. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ദിസ് ഈസ് ദ ഡ്രീം ഫോർ എവറി സ്റ്റുഡൻറ്റ്. +2 കഴിഞ്ഞു, FIUGPക്ക് ജോയിൻ ചെയ്തു. FIUGP 4 ഇയർ അല്ലെങ്കിൽ 3rd ഇയറിൽ എക്സിറ്റ് എടുത്തു, എന്നിട്ട് 2 വർഷം MSCക്ക് പോകുന്നു. അതിൻ്റെ ഭാവി നമുക്കിപ്പോഴും ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ 4th ഇയർ കഴിഞ്ഞു, ഓണേഴ്സ് ബിരുദത്തോടു കൂടി നിങ്ങൾ 1 ഇയർ MSCക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ CSIR നെറ്റ് എഴുതുന്നു. നെറ്റ് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് JRF കിട്ടുന്നു. JRF കിട്ടിയതിനു ശേഷം PhDക്ക് ജോയിൻ ചെയ്യുന്നു. ദെൻ you will be getting, after PhD you will be getting into a scientist job or assistant professorship job. ഇതാണ് നമ്മുടെ ഒരു ഡ്രീം കരിയർ. അപ്പോൾ ഈ ഒരു കരിയർ പാത്വേ അല്ലെങ്കിൽ ഈ ഒരു കരിയർ ഫ്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് കോച്ചിങ് സെൻറ്ററിൽ ആളെ കൂട്ടാനോ അല്ലെങ്കിൽ മറ്റ് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കാനോ ഒന്നും അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സീരീസ് ഓഫ് വീഡിയോസാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഗേറ്റ് ഉണ്ട്, TIFRൻ്റെ പരീക്ഷകളുണ്ട്, സെറ്റ് പരീക്ഷകൾ വരും, പിന്നെ ജസ്റ്റ് വരുന്നുണ്ട്, CSIR നെറ്റ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ എക്സാമുകളും ഏകദേശം ഫോളോ ചെയ്യുന്ന ഒരേ സിലബസുകളാണ്. സോ അതുകൊണ്ട് ഒരു 5% ± ചേഞ്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നെറ്റിൻ്റെ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങിയാൽ ബാക്കി എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠനം ഇപ്പോഴേ ആരംഭിക്കുക. നമുക്കല്ലെങ്കിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വർഷങ്ങൾ വേസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോഴേ പഠനം ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ദിസ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഡസ് FIUGP നാച്ചുറലി പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ദിസ് ജേർണി? ഇത് പഠിച്ചതുകൊണ്ട് ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടാകുമോ? So this is FIUGP. They are following semester examinations. They are with the credits. Projects are there. Skill courses are there. Research orientation. Research orientation ഒക്കെ നമുക്ക് 4th ഇയർ വന്നാലും നമുക്ക് അറിയത്തുള്ളൂ എത്രത്തോളം റിസർച്ച് ഓറിയന്റേഷൻ FIUGP കുട്ടികളിൽ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ബട്ട് നാഷണൽ എക്സാമിനേഷൻസ്, they are following a different path. So national examinations, they will be checking conceptual depth. നിങ്ങൾ VAC എന്ത് പഠിച്ചു, MDC എന്ത് പഠിച്ചു, SEC എന്ത് പഠിച്ചു, they will not bother. So ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിങ്, നിങ്ങൾക്ക് പ്രോബ്ലം തന്നാൽ സോൾവ് ചെയ്യാൻ അറിയാമോ? ഈ കോൺസെപ്റ്റുവൽ ഡെപ്ത് വെച്ച് നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദെൻ അനലിറ്റിക്കൽ തിങ്കിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നുണ്ടോ? ഇതാണ് ചിന്തിക്കുന്നത്. ദെൻ ഇൻറ്റഗ്രേഷൻ ഓഫ് ടോപ്പിക്സ്. പല
ഭാഗങ്ങളും ക്ലബ്ബ് ചെയ്തുകൊണ്ട് CSIR ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ക്ലാസിക്കൽ മെക്കാനിക്സും അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമും ക്വാണ്ടം മെക്കാനിക്സ് സ്കാറ്ററിംഗ് തിയറിയും ഒക്കെ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത ഇൻ്റഗ്രേഷൻ ഓഫ് ടോപ്പിക്സ് ഒക്കെയാണ് പല കാര്യങ്ങളിലും നടക്കുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെ ടോപ്പിക്കുകളെ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് ന്യൂമറിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അത് സോൾവ് ചെയ്ത് ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തി കോൺസെപ്ച്വൽ ഡെപ്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു നാഷണൽ ലെവൽ എക്സാം ടെസ്റ്റ് ചെയ്യുന്നത്. സോ ടൈം ബൗണ്ട് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു CSIR നെറ്റ് പരീക്ഷ നിങ്ങൾ എഴുതാൻ പോവുകയാണെങ്കിൽ 3 മണിക്കൂറാണ് കിട്ടുന്നത്. 3 മണിക്കൂർ നിങ്ങൾ 55 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അപ്പോൾ 55 ചോദ്യങ്ങൾ, 55 ക്വസ്റ്റ്യൻസ്, പല A പാർട്ട്, B പാർട്ട്, C പാർട്ട്. അപ്പോൾ A പാർട്ടിലും B പാർട്ടിലും C പാർട്ടിലുമായിട്ട് 55 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലതും പല നിലവാരത്തിലുള്ളതായിരിക്കും. ഏറ്റവും ഈസി ലെവലിലൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ലെവൽ, അഡ്വാൻസ്ഡ് ലെവൽ, ഹൈലി ഡിഫിക്കൽട്ട് ലെവൽ, ഈ 3 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അതിന് നമ്മുടെ FIUGP മതിയാകുമോ ചിന്തിക്കുക. ദെൻ so what this series will help you to understand what FIUGP offers, where its strengths lie, where additional preparation may be beneficial for competitive examinations. എവിടെയൊക്കെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രിപ്പറേഷൻ വേണ്ടത്, how the undergraduate syllabus connects with CSIR നെറ്റ് സിലബസ്, നിങ്ങളുടെ UG സിലബസും CSIR സിലബസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. ദെൻ how a student can build a semester by semester roadmap towards research and higher education. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ എങ്ങനെയാണ് സെക്കൻഡ് സെം, തേർഡ് സെം, ഓരോ സെമ്മിലും പഠിക്കേണ്ട കാര്യങ്ങൾ, ഓരോ സെമ്മിലും ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സീരീസ് ബൈ സീരീസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ വീഡിയോ വെച്ചിട്ട് നമ്മൾക്കുണ്ടാവും. സോ നിങ്ങൾ ബി പ്രിപ്പയർഡ്, വീഡിയോസ് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സോ അതിൻ്റെ കൂടെ ഒരു കാര്യം, നമ്മുടെ CSIR ഫിസിക്സിൻ്റെ ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. സോ നമ്മുടെ 180 ഡേയ്സ് ആണ്, പെട്ടെന്ന് പോകുന്ന ദിവസങ്ങളാണ് 180 ദിവസങ്ങൾ എന്ന് പറയുന്നത്. സോ CSIRലെ ഫിസിക്കൽ സയൻസ്, ഫിസിക്സ്, പിന്നെ ലൈഫ് സയൻസ്, കെമിക്കൽ സയൻസ്, കെമിസ്ട്രി, ഇപ്പോൾ ഈ 3 ബ്രാഞ്ചാണ് നമുക്കുള്ളത്. സോ 3 ബ്രാഞ്ചിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. സോ നിങ്ങളെ എല്ലാവരെയും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. സോ വി വിൽ സീ യു with another video. Thank you.